ഇത് നമുക്ക് മാംഗോ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ പാൽ ഐസ് ഫ്രൂട്ടിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടാവും സൈക്കിളിൽ ഐസ് ഫ്രൂട്ടുകാരൻ ഇതേപോലത്തെ ഐസ് ഫ്രൂട്ടൊക്കെ ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പാൽ ഐസ് ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ ഇതേപോലെ മാങ്ങയുടെ ഐസ് ഫ്രൂട്ടാണ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ അതേപോലത്തെ ഐസ് ഫ്രൂട്ടാണ് നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആകെ കൂടി നമുക്ക് 3 കൂട്ടം സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നല്ല പഴുത്ത മാങ്ങയുടെ ചാറ് വേണം, പിന്നെ പഞ്ചസാര, അത് ഈ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം, പിന്നെ കോൺഫ്ലോർ വേണം. ഇപ്പം നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിന് പകരം മൈദ ചേർത്താലും മതി. ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മാങ്ങയുടെ പൾപ്പ് മാത്രം വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കാണ് ടേസ്റ്റ് ആയിട്ട് വരില്ല. അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ മാങ്ങയുടെ പൾപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളവും പിന്നെ ആ മാങ്ങയുടെ പൾപ്പും അത് രണ്ടും ഇങ്ങനെ ഐസ് ഫ്രൂട്ട് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പം നോക്കാം ഇതെങ്ങനെ റെഡിയാക്കുന്നത്. മാംഗോ ഐസ് ഫ്രൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങയും കൊണ്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ മാംഗോ പൾപ്പ് വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാംഗോ പൾപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. നല്ല പഴുത്ത മാങ്ങയുടെ തൊണ്ട് മാറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കാമ്പ് മാത്രം എടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കുക. അല്ല അങ്ങനെ നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ട് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് ആ മാങ്ങയുടെ നീര് വീഴണം. അപ്പോൾ അതേപോലത്തെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക. അത് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് വെള്ളം വേണം, സാധാരണ നമ്മുടെ ടാപ്പിൽ വരുന്ന വെള്ളം. പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമേ കോൺഫ്ലവർ എന്ന് പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. കാരണം ഞാൻ ഇതിന് മുമ്പും കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരാറുണ്ട്, ഇതേപോലെ ഇങ്ങനെ ഈ കോൺസ്റ്റാർച്ച് ഉണ്ടാക്കണ ഏതെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്തിട്ട് ശരിയാവണില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ചോദിക്കും ഏതാണ് അതിൻ്റെ പിക്ചറൊന്ന് കാണിച്ചതെന്ന് പറയുമ്പോൾ സാധാരണ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ചോദിക്കാറ്. അപ്പോൾ ഞാൻ പിക്ചർ കാണിക്കുമ്പോൾ അത് അവർ അതിനകത്തേക്ക് ഉപയോഗിച്ചേക്കുന്നത് സാധാരണ കോൺ പൊടിച്ചേക്കണ പൊടിയാണ് അവർ അതിലേക്ക് ഉപയോഗിച്ചേക്കുന്നത്. അതെനിക്ക് ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അവർ ഉപയോഗിച്ചേക്കുന്നത് ഈ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞ സാധനം അല്ലാന്ന്. ഇന്ത്യൻ കടയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ എന്ന് പറഞ്ഞ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കാണ് താമസിക്കുന്നത്, വേറെ കടകളിലേക്കാണ് പോയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങണം. അപ്പോൾ ഈ കോൺസ്റ്റാർച്ച് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ പഞ്ചസാര അതിന് കറക്റ്റായിട്ട് ഒരളവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടിരിക്കും പഞ്ചസാരയുടെ അളവ്. പിന്നെ ഇത് ഐസ് ഫ്രൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ മോൾഡ് കൊടുത്തിട്ടുണ്ട്. ഈ മോൾഡ് ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നാട്ടിലും ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമെന്ന് തോന്നണത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ഞാൻ വാങ്ങിച്ചത് ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനിവിടെ വാങ്ങിച്ചേക്കണ മാങ്ങയുടെ പൾപ്പ്, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഞാനിവിടെ ദീപിൻ്റെ കെസർ മാംഗോ പൾപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ദീപിൻ്റെ തന്നെ ഈ കെസർ മാങ്ങയുടെ സ്ലൈസ് ചെയ്തത് കിട്ടും, പക്ഷേ അത് ഞാൻ 1 പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഭയങ്കര പൊട്ടയായിരുന്നു. പക്ഷേ ഈ പൾപ്പ് നല്ലതാണ്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ എടുക്കുക. നമ്മൾ സാധാരണ ചൂടാക്കാൻ എടുക്കുന്ന പാൻ എടുക്കുക. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക, അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് ചേർക്കുക. ഇതേപോലെ മെഷറിംഗ് സ്പൂണിലേക്കും അളവെടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും അത് കറക്റ്റ് അളവായിട്ട് വരാം. അത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കാനായിരുന്നാലും എന്തെടുക്കുമ്പോൾ മെഷറിംഗ് കപ്പിലൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും അത് കറക്റ്റ് അളവായിട്ട് വരാം. ഈ 3/4 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്താലും മതി. ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് രണ്ടാമത് ചോദിക്കേണ്ട, കാരണം ഞാൻ ചിലത് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞാലും ചിലവർ എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പിന്നെയും രണ്ടാമത് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ മൈദപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, കോൺഫ്ലവർ ആയിരുന്നാലും കുഴപ്പമില്ല. ഈ വെള്ളത്തിൽ ഈ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് വേണം ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് ഒരുപാട് ഇങ്ങനെ തിളച്ച് വരണ്ട. ഒരുപാട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര തിക്കായി പോവും. ഇനി തീ ഓണാക്കാം.
ഇത് തീ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കാവും. ഇപ്പം ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ തള വന്നിട്ടുണ്ട്. അങ്ങനെ തള വരുമ്പോൾ തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്യണം. ഫുള്ളായിട്ട് അങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലൊന്നും തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സൈഡിൽ നിന്ന് ചെറുതായിട്ട് തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്കായി പോകും. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോഴും ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർക്കുക. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് മാങ്ങയുടെ പൾപ്പ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. അത് പഞ്ചസാരയുടെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമ്മുടെ മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. പിന്നെ നമ്മൾ എന്ത് സാധനം തണുത്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല മധുരം വേണം. എന്നാൽ മാത്രമേ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കുള്ള മധുരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് നിങ്ങളിതിലേക്ക് ചേർക്കുന്ന പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടും ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ആവും. കാരണം നമ്മുടെ നാട്ടിലേക്ക് പഞ്ചസാര എപ്പോഴും വലിയ തരിയായിട്ടുള്ള പഞ്ചസാരയാണല്ലോ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന പഞ്ചസാര നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവും. അപ്പോൾ പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ആ മോൾഡിലേക്ക് ഒഴിക്കാം. ഇത് ഒരുപാട് ഇങ്ങനെ നിറച്ച് ഒഴിക്കണ്ട, കാരണം ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റിക്കും കൂടിയിട്ട് വെക്കുമല്ലോ. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുക. അതിപ്പോൾ നമ്മുടെ ഫ്രീസറിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കുന്നത് പോലെ ഇരിക്കും എത്ര സമയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും എന്നുള്ളത്. ഈ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കണ ഈ മോൾഡ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾ ആമസോണിൽ പോയിട്ട് പോപ്സിക്കിൾ മോൾഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വെറൈറ്റി ഉള്ളത് ആമസോണിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഉണ്ട്. ഇതിൻ്റെ ഈ അടപ്പും പിന്നെ ഇതിൻ്റെ ഈ സ്റ്റിക്കും കൂടിയിട്ട് ഒരുമിച്ചാണ് വരാം. പക്ഷേ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ. പക്ഷേ ഇത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഐസ് ഫ്രൂട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളതുകൊണ്ട് പൊന്തിക്കുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ സ്റ്റിക്ക് മാത്രമായിട്ട് ഇങ്ങോട്ട് വിട്ടുപോരും. അപ്പോൾ മരത്തിൻ്റെ ഈ വുഡിൻ്റെ സ്റ്റിക്ക് വയ്ക്കുന്നതുണ്ട്. ഞാൻ ഈ ടൈപ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സെപ്പറേറ്റ് നമ്മളിപ്പോൾ വുഡിൻ്റെ സ്റ്റിക്ക് വെച്ചില്ലേ, അതേപോലത്തെ സ്റ്റിക്കായിട്ടുള്ളത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോപ്സിക്കിൾ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പല വെറൈറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുണ്ട്, അത് പല ടൈപ്പിലുള്ളത് വരും. സാധാ ടൈപ്പുള്ളതൊക്കെ ഉണ്ട്. ഈ ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു 200 $6.49. പക്ഷേ ഇവിടെ കിട്ടുന്നതും നാട്ടിൽ ആമസോണിൽ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. പോപ്സിക്കിൾ മോൾഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോൾഡ് കിട്ടും. പോപ്സിക്കിൾ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരത്തി സ്റ്റിക്കും കിട്ടും. ഇപ്പോൾ മാംഗോ ഐസ് ഫ്രൂട്ട് സെറ്റായിട്ടുണ്ട്. ഇത് മോൾഡിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കുക. ഒരുപാട് നേരം മുക്കണ്ട. ഇത് മോൾഡിൽ നിന്ന് എടുക്കുക. എല്ലാവരും ഇതേപോലെ തന്നെ മോൾഡിൽ നിന്ന് എടുക്കുക. ഞാനിവിടെ ഐസിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇതേപോലെ നമ്മൾ ഐസ് പോട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഐസ് പോട്ടിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ മാങ്ങയുടെ പൾപ്പ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളവും പിന്നെ പൾപ്പും രണ്ടും സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഏറ്റവും മുകളിൽ
ഐസ് ഫ്രൂട്ടിൻ്റെ പൾപ്പ് മാത്രമായിട്ടിരിക്കും. പിന്നെ ഏറ്റവും അടിയിലേക്ക് ചെല്ലും തോറും ആ മാങ്ങയുടെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.